ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബഅസ വ ഇന്നി ലഅരിഫുഹു അൽ ആൻ എന്ന് പറഞ്ഞാൽ, സലാം ചൊല്ലുന്ന കല്ലിനെ എനിക്കറിയാം. ലോകത്തുള്ള മുഴുവൻ സസ്യങ്ങൾക്കും കല്ലുകൾക്കും മരങ്ങൾക്കുമെല്ലാം സംസാരശേഷിയുണ്ട്. ഇനി നമ്മുടെ യൂണിറ്റിലും സെക്ടറിലുള്ള മുഴുവൻ കല്ലുകളും കഥ പറയണം. സുന്നത്തെ അമായത്തിൻ്റെ കഥ അല്ലേ, സമസ്തയുടെ കഥ പറയണം. സമസ്ത സെഞ്ചുറിയുടെ ഭാഗമായി നമ്മുടെ ഉലമാ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് സമ്മേളനത്തിൻ്റെ എല്ലാം പ്രഖ്യാപിച്ചു തന്നു. ഇനി നമ്മുടെ ഓരോ യൂണിറ്റുകളിലും ചുമരെഴുത്തിൻ്റെ കാലമാണ് SSF ആചരിക്കുന്നത്. പ്രസ്ഥാനം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത്, SSFൻ്റെ ഓരോ പ്രവർത്തകരും മുഴുവൻ യൂണിറ്റുകളിലും ചുമരെഴുതുന്ന ചിത്രങ്ങളും ചരിത്രമാണ് ഇനി നമുക്ക് രൂപപ്പെട്ടു വരേണ്ടത് അല്ലേ. ഈ ചുവരുകൾ എഴുതുകയെന്ന് പറഞ്ഞാൽ ഒരു ചുവരല്ല എഴുതുന്നത്, യഥാർത്ഥത്തിൽ 100 വർഷത്തിൻ്റെ ചരിത്രമാണ് സമസ്തയുടെ ചരിത്രം. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഒരു ചരിത്രത്തിൻ്റെ ചുവരിലാണ് ഈ അക്ഷരങ്ങൾ ഉല്ലേഖനം ചെയ്യുന്നത്. നമുക്കൊരു രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് ഈ അക്ഷരം എഴുതുന്ന അധ്വാനമേ ഉള്ളൂ. പക്ഷേ ഈ അക്ഷരം ഇവിടെ എഴുതാൻ മാത്രം ചരിത്രത്തിൻ്റെ ചുവരിൽ ഇതിനെ എഴുതി പിടിപ്പിച്ച ആലിമീങ്ങളുണ്ട്. അവരുടെ അധ്വാനമുണ്ട്, അവരുടെ എഴുത്തും അവരുടെ പ്രഭാഷണവും അവരുടെ നിഷ്കളങ്കമായ ജീവിതവും. അതാണ് യഥാർത്ഥത്തിൽ ഈ അക്ഷരങ്ങൾ ഇവിടെ നിലനിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വെറും ചുമരോ അക്ഷരങ്ങളോ അല്ല. നമ്മൾ ഈ ചുവപ്പിൽ എഴുതിയ ഒരു അക്ഷരമോ പച്ചയിൽ എഴുതിയ ഒരു അക്ഷരമോ മാത്രമാണ് ഇവിടെ കാണുന്നതെങ്കിലും അതിനപ്പുറത്ത് ഇതിനെ എഴുതി പിടിപ്പിച്ചൊരു ആശയമുണ്ട്, ആ തുന്നിച്ചേർക്കലുണ്ട്. ഏത് പ്രതിസന്ധി കാലത്തും സുന്നത്തെ അമായത്ത് നിലനിൽക്കും. അത് പറയാനുള്ള ആൾക്കാരുണ്ടാവും തീർച്ചയായും. കാരണം അത് തൊലിമയാർന്ന ജീവിതമാണല്ലോ. നമ്മൾ ആരോടും ശത്രുതയോ വൈരാഗ്യമോ ജീവിക്കാൻ കഴിയാത്തൊരു സിദ്ധാന്തമോ അല്ലല്ലോ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരുള്ളിടത്തോളം നിലനിൽക്കേണ്ടത് തന്നെയാണല്ലോ അത്. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. സത്യം പറയുന്ന, സത്യം ഉദ്ഘോഷിക്കുന്ന ഒരു സംഘം ഏത് കാലത്തും ഉണ്ടാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. സമസ്ത സുന്നത്തെ അമായത്ത് എന്നും നിലനിൽക്കണം എന്ന് കരുതി അതിൻ്റെ ഓരോ ചുവടുകൾ ആണ് സമസ്ത നമുക്ക്, നമ്മുടെ ആലിമീങ്ങൾ അതതു കാലത്ത് യോജിച്ച ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നത്. അബൂ അയ്യൂബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഓരോ കാലത്തെയും ആലിമീങ്ങൾ അതതു കാലത്തെ സമൂഹത്തിന് പറ്റിയ